ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ മൈ സിസ്റ്റർ ഫ്രം അനദർ മദർ എന്ന് പറയാം. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹസ്ന, നിങ്ങൾ കുറേ വീഡിയോസിൽ മേ ബി കണ്ടിട്ടുണ്ടാകും. ആളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, ആളുടെ 25th ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്ക് ഉണ്ട്, ഞങ്ങൾ സെയിം വർക്ക് പ്ലേസിലാണ്. അപ്പോൾ ആൾക്കിന്ന് 10 മണിക്ക് ഓൾറെഡി ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് അവളൊന്ന് പോയിട്ട് വർക്കിന് പോകുമ്പോൾ നമുക്ക് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തൊന്ന് സർപ്രൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി അവളുടെ ഒരു ഫേവറേറ്റ് പെർഫ്യൂം ഞാൻ അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ 212 VIP റോസ് ഫ്രം കരോളിന ഹെററ. അപ്പോൾ ഇതാണ് അവളുടെ ഫേവറേറ്റ് പെർഫ്യൂം. അപ്പോൾ ഞാൻ ഇതാണ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത്. എൻ്റെ പ്ലാൻസ് ആദ്യം വേറെ ആയിരുന്നു കേട്ടോ, ഗിഫ്റ്റ് ചെയ്യാൻ. ലൈക്ക് ഒരു മേക്കപ്പിൻ്റെ ഒരു അഡ്വൻറ്റ് കലണ്ടർ ഗിഫ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി അവൾക്ക് ഇതാണ് ആഗ്രഹം എന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മളൊരാൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എടുക്കുമ്പോൾ അയാൾ ഏറ്റവും ഹാപ്പി ആവുക ആൾക്ക് ഇഷ്ടമുള്ള കിട്ടുമ്പോഴല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് മാറ്റിയിട്ട് ഇവൾക്ക് ഇഷ്ടമുള്ള ഈ സാധനം തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് പോകുമ്പോൾ നമുക്ക് ഇതിക്ക് കുറച്ചും കൂടെ സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്യാണ്ട്, ഒരു ഗിഫ്റ്റ് ബാഗും പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുമെന്ന് നോക്കണം. എല്ലാം ഈ ഒരു തൽക്കാലം നേരത്തേക്ക് ആയിപ്പോയി, കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായതുകൊണ്ട് എന്നും വർക്കിംഗ് ആയിരുന്നുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് പോയിട്ട് എന്തെങ്കിലും കൂടെ ഒന്ന് സെറ്റാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. ഇവിടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഷോപ്പിംഗ് മോളുണ്ട്. അവിടെ ഒരു ലോലാസ് കപ്പ് കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു കപ്പ് കേക്കിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ എനിക്ക് ഈ കുട്ടി കപ്പ് കേക്ക്സ് ഭയങ്കര ഇഷ്ടം. ലോലാസിൻ്റെ കപ്പ് കേക്ക്സ് ഭയങ്കര ടേസ്റ്റാണ്. അയ്യോ, ഈ ബസ്സായിരുന്നു എനിക്കെടുക്കുന്നത്. ഷിറ്റ്, ജസ്റ്റ് മിസ്സായി ഗൈസ്. ഞാൻ ബസ് പോയി എന്ന് വിചാരിച്ച് നടന്നായിരുന്നു, പക്ഷെ ബസ് ഇപ്പോൾ പോകുന്നുണ്ടായിരുന്നുള്ളൂ. 8 മിനിറ്റ്സ് ആയിരുന്നു കാണിച്ചിരുന്നത്. എനിവേ ലീവ് ഇറ്റ്. അപ്പോൾ ലോലാസ് കപ്പ് കേക്ക്സിൽ അത് ഭയങ്കര ടേസ്റ്റാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞി കപ്പ് കേക്ക് ബർത്ത്ഡേ വേർഷൻസ് ഞാൻ കുറച്ച് ഇതിൽ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഇങ്ങനെ ഈ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ എന്തോ എഴുതിയിട്ടുള്ള ഒരു കുഞ്ഞി കപ്പ് കേക്ക് ഞാൻ ചില സ്റ്റോഴ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ ഷോപ്പിൽ ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അവിടെ ലോലാസ് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഈ ഒരു വേർഷൻ ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ആ ഷോപ്പ് ഇപ്പോൾ ഓപ്പൺ ആണോ എന്നും എനിക്കറിയില്ല. സോ അവിടെ ഒന്ന് പോയി നോക്കാം ആദ്യം. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഫോണ് പേടിച്ചു നമ്മൾ വർക്കിൻ്റെ അങ്ങോട്ട് പോകും. നമ്മൾ കപ്പ് കേക്ക്സിൻ്റെ ഐഡിയ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ഇനി പെർഫ്യൂം വാങ്ങിക്കാൻ പോയത് എന്താ വീഡിയോ എടുക്കാത്തതെന്നുള്ളതിന് വേറൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സൂപ്പർ ട്രക്കിൽ തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അവൾ കാണാണ്ട് ഒരു സിറ്റുവേഷനിലാണ് ഞാനത് വാങ്ങിച്ചത്. അപ്പോൾ എനിക്കത് അവിടെ നിന്ന് വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റൂല. പിന്നെ അതൊട്ട് അതെല്ലാം അങ്ങനെ ഒരു ജഗപോക സിറ്റുവേഷനിലായിരുന്നു എടുത്തിരുന്നത്. കാരണം ഇവൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്നുള്ളത്. കാരണം അത് മേ ബി എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ, ഫ്രണ്ട്സ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് അതവൾ കാണാൻ താല്പര്യമില്ലായിരുന്നു അപ്പം തന്നെ. അതുകൊണ്ട് ഞാൻ അതന്ന് അങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഒരു സിറ്റുവേഷൻ കിട്ടിയപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ച് വെച്ചിട്ടുള്ളായിരുന്നു കുറച്ച് നേരത്തെ തന്നെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അതിനുശേഷം നല്ലൊരു തെറ്റി. അതിനുശേഷം രണ്ടുപേരും സംസാരിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ദിവസത്തേക്കിന്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയി സംസാരിക്കാതെ ഇരുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേ ആണല്ലോ വരുന്നത്. അപ്പോൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അപ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യൂല തെറ്റി നിൽക്കുമ്പോൾ. അപ്പോൾ ഗിഫ്റ്റ് കൊടുത്ത് ഇതാക്കാം എന്നുള്ള രീതിക്ക് നിന്നായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ രണ്ടുപേരും വർക്കിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഈഗോ കണ്ട് നമുക്ക് തന്നെ ചിരി വന്ന് മിണ്ടേണ്ടി വന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനായതുകൊണ്ട് ബർത്ത്ഡേയുടെ തലേ ദിവസം വെച്ചിട്ട് മിണ്ടിപ്പോയി. പക്ഷേ വേണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ കപ്പ് കേക്ക് വാങ്ങാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നോക്കാം അതുണ്ടോയെന്ന്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണെന്നാണ് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവിടെ ഈ സെയിൻസ്ബറീസിൻ്റെ ഉള്ളിലൊരു ഷോപ്പിംഗ് മാളാണ് അത്ര.
പോയി നോക്കാം. പക്ഷെ എനിക്ക് ഒരു ഐഡിയയും കിട്ടില്ല ഇത് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതെവിടെയാണോ? അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലല്ല, ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ വീട് മാറി ഞങ്ങളിപ്പോൾ പുതിയ വന്നതുകൊണ്ട് തന്നെ ഈ സ്ഥലം എനിക്ക് അധികം പരിചയമില്ല. എന്തായാലും നമുക്കിതെല്ലാം ഒരു 11:45 നമുക്ക് അവിടെ എത്തണം, അല്ലെങ്കിൽ എനിക്ക് വർക്കിന് ലേറ്റ് ആവണം. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ മാൾ കണ്ടുപിടിച്ചു. ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ്? ഓ, ഇവിടെ ഒരു സൂപ്പർ ട്രക്കൊക്കെ ഉണ്ട് കേട്ടോ. എവിടെയാണ് മറ്റേ ഇതൊന്ന് കണ്ടുപിടിക്കണം ഇനി. ലോലാസ്. ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ലോലാസ് കപ്പ് കേക്ക്സ് കണ്ട്. ഇതാണ്, നമുക്ക് അവിടെ സാധനം ഉണ്ടോ എന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ കപ്പ് കേക്ക്സ്. So let's find it out. Oh, I can't see from here. Just one? Yeah, just one please. യെസ്, ഇപ്പം നമ്മുടെ കപ്പ് കേക്ക് കിട്ടിയിട്ടോ. നമുക്ക് വേഗം വർക്കിൽ പോകാം. നമ്മളൊരു ബാഗും കൂടെ സെറ്റാക്കി, കാരണം ഇത് തൂക്കി പിടിച്ച് ഞാൻ എത്ര നേരം അങ്ങനെ പോകും. ഞാൻ ചെന്നിട്ട് അവരോട് ഒരു ബാഗ് വെച്ചു. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സും ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ അകത്തോട്ട് വരുന്നത്. ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഈ ഒരു ഏരിയ. അങ്ങനെ ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പിലെത്തി. പക്ഷെ ഓഫ് കോഴ്സ് ഇന്ന് എനിക്ക് ലേറ്റ് ആവുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ട് ബസ്സുള്ള. അവിടെ നിന്ന് ഒരു 1 hour ഉണ്ട്. എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് ഒന്നും കൂടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. എന്തായാലും ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് മാക്സിമം പെട്ടെന്നാക്കാൻ നോക്കാമെന്നില്ല. കേക്ക് അവിടെ എത്തുമ്പോഴത്തേക്കിന് തീരുമാനമാവാതിരുന്നാൽ മതിയായിരുന്നു. നമ്മത്തെ ബർത്ത്ഡേ പ്രിൻ്റൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. നോക്കാം എനിവേ. അപ്പം ഞാൻ ടൈം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ബസ്സിന് പോയാൽ എനിക്ക് എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ എന്നെക്കാട്ടിൽ കുറച്ചുകൂടെ ട്രെയിനിന് പോയാലാണ് നേരത്തെ എത്താനുള്ളതുകൊണ്ട് ഞാൻ ട്രെയിനിന് പോകാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ നേരത്തെ അറിയാൻ തന്നെ വയ്യാണ്ടായി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രെയിൻ ഇറങ്ങി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ട്രെയിന് മാറാനുണ്ട്. ട്രെയിന് മാറിയിട്ട് നമ്മൾ ഓവർ ഗ്രൗണ്ട് എടുത്തിട്ട് വേണം നമുക്കിനി ബാർക്കിങ് പോകാൻ. ഒരു ബാർക്കിങ്ങിൽ ഇറങ്ങിയിട്ട് പിന്നെ എനിക്ക് എൻ്റെ ഗാലിയൻ സ്ട്രീറ്റ്സ് വർക്കുള്ള സ്ഥലത്തേക്ക് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അടുത്ത ബസ് എടുക്കണം കേട്ടോ. ട്രെയിനിലാണെങ്കിലും എനിക്ക് മൊത്തം ട്രെയിനിൽ പോകാൻ പറ്റില്ല. എന്നും ഇങ്ങനെ തന്നെയാണ്, ഫുള്ളൊരു ഓട്ടപ്പാച്ചിലാണ്. ഇന്ന് കുറച്ചധികം ഓട്ടപ്പാച്ചിലായി. ഇവിടെ നിന്നാണ് നമ്മുടെ അടുത്ത ട്രെയിന്. ഞാൻ ഇന്നും വിചാരിക്കും എനിക്ക് നേരത്തെ ഇറങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ലേറ്റായി ഓടിപ്പായാൻ വയ്യ, നേരത്തെ ഇറങ്ങാമെന്നൊക്കെ. പക്ഷെ എന്താണെന്നറിയില്ല, എങ്ങനെ ആയാലും ലാസ്റ്റ് ഞാൻ ലേറ്റായി. ഒന്ന് ചേഞ്ച് ചെയ്യണം അതൊക്കെ അല്ലേ. അതാ നമ്മുടെ ട്രെയിൻ അങ്ങനെ ഫൈനലി നമ്മൾ ട്രെയിൻ ജേർണി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ബസ്സും കൂടെ കയറാനുണ്ട്. അങ്ങനെ സെറ്റ്. അങ്ങനെ ഫൈനലി 11:58 ആയിട്ട് ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കിന് ഇനി പെട്ടെന്ന് എൻ്റെ സ്റ്റോറിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്റ്റോറിൽ പോയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ബാഗ് വാങ്ങണം. ഇതൊക്കെ ഒന്ന് ആക്കിയിട്ട് സെറ്റാക്കണം, നേരെ കൊണ്ട് കൊടുക്കണം എനിക്ക് വർക്കിന്. കാരണം 25th ബർത്ത്ഡേൻ്റെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഞാൻ നോക്കി, പക്ഷെ ബാക്കി എല്ലാ ഏജസിൻ്റെയും കാർഡ്സ് ഉണ്ടായിരുന്നു. 25th മാത്രം എനിക്ക് അവിടെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ അവൾ കുറേ ഹെയർ ക്ലിപ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് നല്ലൊരു ബട്ടർഫ്ലൈൻ്റെ ഒരു ക്ലിപ്പും മാലയും കൊണ്ടുള്ളൊരു സെറ്റ് ഉണ്ട്. അപ്പോൾ അതെടുത്തു. ഇനി ഒരു ഗിഫ്റ്റ് ബാഗും കൂടെ വാങ്ങിക്കണം. അധികം നോക്കാൻ സമയമില്ല. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടതിൽ എനിക്കിത് ഇഷ്ടമായപ്പോൾ അതെടുത്തു.
ഈ സാധനങ്ങളൊക്കെ നമ്മൾക്ക് അയക്കി മാറ്റണം. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്കൊരു കാര്യം അങ്ങോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യാണ്ട് ഒരു സമാധാനം ഇല്ല കേട്ടോ. സോ ഗൈസ്, ഞാൻ വിചാരിച്ചതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായി. ഞാൻ കയറി ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ ലേറ്റ് ആയും ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് അവൾക്ക് കൊടുക്കുന്നൊന്നും വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല. അവൾ 3 മണിക്ക് ഷിഫ്റ്റ് ഫിനിഷ് ചെയ്യും. അപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടൂല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ടൈം കിട്ടിയപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ജസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാണ് ചെയ്തത്. എനിക്ക് പ്രത്യേകിച്ച് സമയമൊന്നും കിട്ടിയില്ല വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇനി അവൾ അൺബോക്സ് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുത്തിട്ട് അയച്ചിടാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു അവളുടെ അടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അങ്ങനെയൊക്കെയാണ്. അവൾക്ക് വളരെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബ്രേക്കിലാണ്. ഇപ്പോൾ ഫുഡ് കഴിയാൻ വന്നതാണ്. അപ്പോൾ നമുക്കിനി അവളുടെ വീഡിയോയിൽ കിട്ടുമ്പോൾ കാണാം. ഓക്കെ.